ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 5, 6 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാ PSC എക്സാമുകളിലും വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫെയർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സുകൾ ആസ്പദമാക്കിയിട്ട് ടാലന്റ് പുറത്തിറക്കിയിരിക്കുന്ന ബുക്കാണ് എന്താണ് ടാലന്റിന്റെ ഈ ഒരു കറണ്ട് അഫേഴ്സ് 2026 ബുക്ക്, ഈ ഒരു പുതിയ ഒരു എഡിഷൻ. അപ്പോൾ 2026 25 വസ്തുതകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി വന്നിട്ടുള്ള അവാർഡ്സുകളും അതേപോലെ ഓരോ സ്പേസ് മിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പുരസ്കാരങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്, സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ ഫിഫ വേൾഡ് കപ്പും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. ബുക്ക് പർച്ചേസ് ചെയ്യുന്ന ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോൾ 2026 ജൂലൈയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ്, വർഷ അശോക് അഗ്ലാവയാണ്. ആരാണ്? വർഷ അശോക് അഗ്ലാവയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിരിക്കുന്നത്. എന്താണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എന്താണ് ഡയറക്ടർ ജനറൽ ആയിട്ടാണ് നിയമിതയായിരിക്കുന്നത്. ആരാണെന്ന് പറഞ്ഞു? വർഷ അശോക് അഗ്ലാവയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ്. ആരാണ്? വർഷ അശോക് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയാവുന്ന ആദ്യ വനിതയാണ്. ആരാണ്? വർഷ അശോക്. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ ഡയറക്ടർ ജനറൽ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ജിയോളജിക്കൽ സർവേയുടെ 54ാമത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 54ാമത് ഡയറക്ടർ ജനറൽ ആണ്. ആരാണ്? വർഷ അശോക്. മാത്രമല്ല ആദ്യത്തെ വനിത ഡയറക്ടർ ജനറൽ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് സ്ഥാപിതമായത്? ആ വർഷവും കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. 1851 എന്താണ്? 1851 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാവുന്നത്. ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ് കേട്ടോ. എന്താണ്? കൊൽക്കത്തയാണ് ആസ്ഥാനം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നോക്കിയത്. എന്താണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായത് ആരാണ്? വർഷ അശോക് ആണ്. 54ാമത് ഡയറക്ടർ ജനറൽ ആണ്. ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. 1851 ജിയോളജിക്കൽ സർവേ സ്ഥാപിതമായത്. കൊൽക്കത്തയാണ് ആസ്ഥാനം. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. 2026 ഓഗസ്റ്റിൽ ഇറാനിലെ അടുത്ത ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് നിയമിതനായത് ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വിശ്വേഷ് നേഗിയാണ്. ആരാണ്? വിശ്വേഷ് നേഗിയാണ് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആവുന്നത്. അതായത് എന്താണ്? ഇറാനിലേക്കുള്ള ഇന്ത്യയുടെ അടുത്ത അംബാസഡർ ആയിട്ട് നിയമിതനാവുന്നതാണ്. അപ്പോൾ 2026 ഓഗസ്റ്റിലാണ് ഈ ഒരു നിയമനം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം നിലവിൽ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. ആരാണ്? വിശ്വേഷ് നേഗി. അപ്പോൾ എന്താണ് ഈ ഒരു പോസ്റ്റ് വഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെയാണ് നമ്മുടെ ഇറാനിലേക്കുള്ള അടുത്ത ഇന്ത്യൻ അംബാസഡർ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2026 ഓഗസ്റ്റിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. 2026 സ്ഥാപിതമായതിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ക്രിക്കറ്റ് സംഘടന ഏതെന്നാണ്. അപ്പോൾ നോട്ട് ചെയ്യാം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ്. ആരാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്താണ് 2026 സ്ഥാപിതമായതിന്റെ 75ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്നാണ് സ്ഥാപിതമായത് എന്നുള്ള കാര്യം നമുക്ക് പഠിച്ചു വെക്കാം. 1950 കേട്ടോ. എന്താണ്? 1950 അത് സ്ഥാപിതമായത്. ഏത് പേരിലാണ്? തിരുവിതാംകൂർ കൊച്ചി ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന രീതിയിലാണ് സ്ഥാപിതമായത്. എന്താണ്? 1950 തിരുവിതാംകൂർ കൊച്ചി ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന പേരിലാണ് സ്ഥാപിതമായത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രൂപീകരണത്തിന് ആരാണ് നേതൃത്വം കൊടുത്തത്? ഈ ഒരു അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേണൽ ഗോദവർമ്മ രാജയാണ്. ആരാണ്? കേണൽ ഗോദവർമ്മ രാജയാണ് തിരുവിതാംകൂർ കൊച്ചി ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന പേരിൽ 1950 എന്താണ് ഇത് രൂപീകരിച്ചത്. പിന്നീടാണ് ഇതിന്റെ പേരെന്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം നിലവിൽ വന്നപ്പോൾ 1950 ഈ സംഘടന നിലവിൽ വന്നപ്പോഴത്തേക്കും തിരുവിതാംകൂർ കൊച്ചി ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന പേരായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ ആ ഒരു തിരുവിതാംകൂർ കൊച്ചി ക്രിക്കറ്റ് അസോസിയേഷന്റെ, അതായത് ഈ ഒരു സംഘടനയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? അതും ആര് തന്നെയാണ്? കേണൽ ഗോദവർമ്മ രാജ തന്നെയായിരുന്നു എന്താണ് ആദ്യം പ്രസിഡന്റ് ആയിരുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഗോദവർമ്മ രാജ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് കേരളത്തിൽ
കേരളത്തിന്റെ കായിക മേഖലയിൽ വളരെയധികം സ്വാധീനം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. റീസെന്റ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കണം. അപ്പോൾ 2026 75-ാം വാർഷികം ആഘോഷിക്കുകയാണ്. എന്താണ് 1950 തിരുക്കൊച്ചി ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന പേരിൽ തുടങ്ങി നിലവിലുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. കേരളത്തിൽ സ്വർണ്ണ വ്യാപാര മേഖല ലക്ഷ്യമിട്ട് സംസ്ഥാന GST ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയ പരിശോധന ഏതെന്നാണ് നോക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്പറേഷൻ ഔറം എന്നുള്ളതാണ്. എന്താണ് ഓപ്പറേഷൻ ഔറം എന്ന പേരിലാണ് ഈ ഒരു പരിശോധന നടത്തിയത്. അപ്പോൾ എവിടെയാണ് ഈ ഒരു പരിശോധന നടത്തിയത്? സ്വർണ്ണ വ്യാപാര മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പരിശോധന നടത്തിയത്. ഈ പരിശോധന സംഘടിപ്പിച്ചത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. സംസ്ഥാന GST ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സംയുക്തമായിട്ടാണ് ഈ ഒരു പരിശോധനയിൽ ഏർപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് നിരവധി വളരെയധികം നികുതി തട്ടിപ്പുകളാണ് ഇപ്പോൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വർണ്ണ മേഖലയിലെ നികുതി തട്ടിപ്പും അതേപോലെ വ്യാപാര തട്ടിപ്പുകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ഔറം എന്ന പേരിൽ ഈ ഒരു പരിശോധന സംഘടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഓപ്പറേഷൻ ഔറം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാം ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. ഇതിനറിയാൻ നമുക്ക് കൂടുതലും ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ റാങ്ക് ഫെയിൽ ഇപ്പോൾ ലഭ്യമാണ്. ഈ ഒരു റാങ്ക് ഫെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സിലബസ് പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കോപ്പികൾ പ്രീ ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓർഡർ ചെയ്യാനായിട്ട് 7593985757 എന്നുള്ള ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. നല്ലൊരു പോസ്റ്റാണ്, നല്ലൊരു ജോബിന്റെ പോസ്റ്റാണ്. ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ നല്ല രീതിയിൽ പഠിച്ച് ജോലി ഉറപ്പായിട്ടും ഈ വർഷം തന്നെ നേടിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഇനി നമ്മൾ നോക്കുന്നത് ഒരു പദ്ധതിയാണ്. അപ്പോൾ സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന. എന്താണ് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന എന്നുള്ള പദ്ധതിയാണ് PMSSY എന്നുള്ള പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോവോൾട്ടായിക് പദ്ധതികൾ അതേപോലെ തന്നെ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്നിവ വികസിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ കേന്ദ്രം അംഗീകാരം നൽകിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. അപ്പോൾ നമുക്കറിയാം നിലവിൽ നമ്മുടെ വീടുകളുടെ മുകളിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മുകളിലായാലും ഈ ഒരു സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതേപോലെ ജലാശയങ്ങളും തടാകങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു സരോവർ യോജന എന്നതിൽ നിന്ന് തന്നെ നമുക്ക് ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് എന്തറിയാം ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോവോൾട്ടാക് ആണ് പദ്ധതികൾ വഴിയിട്ട് സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ജലാശയങ്ങളിൽ ഒഴുകുന്ന രീതിയിൽ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ജലാശയങ്ങളും തടാകങ്ങളും കൂടി ഈ ഒരു സോളാർ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി വരുന്നത്. അപ്പോൾ നമ്മുടെ 2030-31 വർഷം ആവുമ്പോഴേക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ 5000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, ഇതിലൂടെ ഈ ഒരു പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നിലവിലുള്ള പദ്ധതിയെ നമുക്കറിയാം. വീടുകളിൽ ഇതേപോലെ സോളാർ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത്. വീടുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങുകളായിക്കോട്ടെ സോളാർ വഴിയിട്ട് ഊർജ്ജം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു പദ്ധതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. PM കുസും എന്നുള്ള പദ്ധതി. പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉദ്ധാൻ മഹാഭിയാൻ എന്നുള്ള ഈ ഒരു പദ്ധതി. അപ്പോൾ ഈ ഒരു പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? കർഷകർക്കും അതേപോലെ കർഷക പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ ഈ സോളാർ വഴി ഊർജ്ജം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഇത് വഴിയിട്ട് അല്ലെങ്കിൽ അവരുടെ മറ്റൊരു ഊർജ്ജ സ്രോതസ് വഴി അവർക്ക് പണം ചിലവാകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് PM കുസും എന്നുള്ള പദ്ധതി. അപ്പോൾ ഈ രണ്ട് പദ്ധതികൾ കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പഠിച്ചു വെക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രധാനമന്ത്രി സൂര്യഘർ എന്നുള്ളത്. ഈ ഒരു പദ്ധതി ഓൾറെഡി PSC ചോദിച്ചതാണ്. മുഫ്തി ബിജ്ലി യോജന എന്നുള്ള ഈ ഒരു പദ്ധതി PSC ചോദിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു നമ്മുടെ വീടുകളിലൊക്കെ സോളാർ പ്ലാന്റ് ഒക്കെ കൊണ്ടുവരുന്ന
കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സബ്സിഡിയും മറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഇനി അതേപോലെ PM കുസും എന്നുള്ള പദ്ധതി എന്താണ്? കർഷകരെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ്. അത്തരത്തിൽ വന്നിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് എന്താണ്? പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന. ഇവിടെ എന്താണ്? ജലാശയങ്ങൾ വഴിയിട്ട് എന്താണ് ഈ ഒരു സോളാർ പ്ലാന്റുകൾ വഴി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു വെക്കണേ. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ്. ആപ്ലിക്കേഷന്റെ പേര് ഇതാണ്, മൈക്കോൾ. എന്താണ്? മൈക്കോൾ എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള പേര്. വോയിസ് കോളിംഗ് അനുഭവവും അതേപോലെ ഗുണനിലവാരവും വിലയിരുത്തുവാനും റിപ്പോർട്ട് ചെയ്യുവാനും ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ നവീകരിച്ച് പുറത്തിറക്കിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എന്താണ്? മൈക്കോൾ എന്നുള്ള ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഓൾറെഡി നിലവിലുണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ കുറച്ചുകൂടി എന്താണ് നവീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി അപ്ഡേഷനൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് വഴിയിട്ട് എന്താണ് നമ്മുടെ വോയിസ് കോളിംഗ് അനുഭവങ്ങളും അതിൻ്റെ എന്താണ് ഗുണനിലവാരവും നമുക്കറിയാം. കുറേ അധികം സേവനങ്ങൾക്ക് നമ്മൾ എന്താണ് 5 സ്റ്റാറിംഗ് ഒക്കെ നൽകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്താണ് സ്റ്റാർ റേറ്റിംഗും ഒക്കെ വെച്ചുകൊണ്ട് പുതിയ ഒരു രീതിയിലാണ് ഈ ഒരു മൈക്കോൾ ആപ്പ് എന്താണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി ഇത് ആരാണ് പുറത്തിറക്കിയതെന്ന് പറഞ്ഞു? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്നാണ് ഇപ്പോൾ ഈ ഒരു ആപ്പ് വീണ്ടും നവീകരിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. ആപ്പിന്റെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക, മൈക്കോൾ എന്നുള്ള ആപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോയിന്റ് ആണ്. ടൂർ ഡി ഫ്രാൻസ് ഫെംസിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഹർഷിത ജഗർ ആണ് കേട്ടോ. ഹർഷിത ജഗർ ആണ്. എന്താണ്? രാജസ്ഥാനിൽ നിന്നുള്ള വ്യക്തിയാണ്. എന്താണ്? ഒരു സൈക്ലിംഗ് താരം കൂടിയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു? ടൂർ ഡി ഫ്രാൻസ് ഫെംസിൽ എന്താണ്? ടൂർ ഡി ഫ്രാൻസ് ഫെംസ് എന്ന് പറയുന്ന ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആരാണ്? ഹർഷിത എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. രാജസ്ഥാനിൽ നിന്നുള്ള താരമാണ് ഹർഷിത. അടുത്ത നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 നമുക്കറിയാം. കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെഡൽ ടാലിയും അതേപോലെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മെഡലുകളും കേരളത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന മെഡലുകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു വസ്തുതയാണ് ഈ ഒരു ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യ അവതരിപ്പിച്ച സാംസ്കാരിക പ്രദർശനത്തിന്റെ പ്രമേയം എന്താണെന്നാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വസുദൈവ കുടുംബകം. എന്താണ്? വസുദൈവ കുടുംബകം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രമേയം ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ഒരു സാംസ്കാരിക പ്രദർശനം ഇന്ത്യ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം അടുത്ത കോമൺവെൽത്ത് 2030 കോമൺവെൽത്ത് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണ്, അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടുത്ത വർഷം നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സമാപന ചടങ്ങിൽ ഇന്ത്യക്ക് എന്താണ് ഇതിന്റെ ഫ്ലാഗ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സമാപന ചടങ്ങിൽ തന്നെ ഇന്ത്യക്ക് ഈ ഒരു കോമൺവെൽത്തിന്റെ ഫ്ലാഗ് കൈമാറ്റം ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത വേദി എന്നുള്ള രീതിയിൽ ഒഫീഷ്യലി എന്താണ് ഡിക്ലെയർ ചെയ്യുന്ന രീതിയിൽ എന്താണ് ഒരു സാംസ്കാരിക ചടങ്ങുകളൊക്കെ നടക്കുകയുണ്ടായി. അതിന്റെ പ്രധാനപ്പെട്ട തീം എന്തായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. അതെന്താണ്? വസുദൈവ കുടുംബകം. എന്താണ്? വസുദൈവ കുടുംബകം എന്നുള്ളതായിരുന്നു ആ ഒരു തീം എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നിങ്ങൾ നല്ലതുപോലെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഈ ഒരു തീം എന്ന് പറയുന്നതാണ് വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. ഇനി ഈ ഒരു ചടങ്ങിലെ ഇന്ത്യ ഈ ഒരു സാംസ്കാരിക പ്രദർശനം കാഴ്ചവെച്ചപ്പോൾ അത് ആരംഭിച്ചത് തന്നെ നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആലപിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ എന്താണ്? വന്ദേ മാതരം എന്നുള്ള നമ്മുടെ ദേശീയ ഗീതം ആലപിക്കുകയും ഉണ്ടായി. അതോടുകൂടിയിട്ടാണ് ഈ ഒരു സമാപന ചടങ്ങിൽ ഇന്ത്യ സാംസ്കാരിക പ്രദർശനം ആരംഭിച്ചത്. ഇനി ഒരു സാംസ്കാരിക ചടങ്ങിൽ ആരാണ് ഈ ഒരു ഇന്ത്യയുടെ സാംസ്കാരിക ചടങ്ങിൽ എന്താണ് അതിന് നേതൃത്വം വഹിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രദർശനത്തിൽ പ്രധാനികളായി നിന്നിരുന്നത് ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ പ്രശസ്ത ഗായകനായിട്ടുള്ള ശങ്കർ മഹാദേവനും അതേപോലെ മുൻ ലോകസുന്ദരി പട്ടം നേടിയിട്ടുള്ള എന്താണ് മാനുഷി ചില്ലറും ചേർന്നിട്ടാണ് ഈ ഒരു പ്രദർശനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് അടുത്ത കോമൺവെൽത്ത് നടക്കുന്നത് എന്താണ് ഇന്ത്യയിൽ വെച്ചിട്ടാണ്, അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കോമൺവെൽത്തിന്റെ പതാക നമ്മുടെ എന്താണ് ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്രയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള PT ഉഷയുടെയും സാന്നിധ്യത്തിൽ എന്താണ് ഇന്ത്യക്ക് കൈമാറുകയുണ്ടായി. ആ ഒരു ഒളിമ്പിക് പതാക കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇനി 2026 നടന്ന ഈ ഒരു കോമൺവെൽത്തിന്റെ വേദി എവിടെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡ് ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ എന്താണ് 2026 കോമൺവെൽത്തിന്റെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ഫിന്നി എന്നുള്ള യൂണിക്കോൺ ആയിരുന്നു ഭാഗ്യചിഹ്നം. ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ എന്താണ് മെഡൽ ടേബിളിൽ 4ാം സ്ഥാനത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇതിന്റെ ഈ ഒരു പ്രദർശനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? വസുദൈവ
വസുദൈവ കുടുംബകം എന്നുള്ളതായിരുന്നു പ്രമേയം. അടുത്തത് നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഔക്കിബ് നബിയാണ്. ആരാണ്? ഔക്കിബ് നബിയാണെന്നാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? ആദ്യമായിട്ട് ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ആരാണ്? എന്താണ്? ഔക്കിബ് നബി എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. പരിക്കേറ്റ ജസ്പ്രീത് ബുംറയ്ക്ക് പകരമായിട്ടാണ് അദ്ദേഹം ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള 2 മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇപ്പോൾ അംഗമായിട്ട് മാറിയിരിക്കുന്നത്, കളിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി 2025-26 രഞ്ജി ട്രോഫി നേടിയത് നമുക്കറിയാം ജമ്മു കാശ്മീർ ആയിരുന്നു. അപ്പോൾ ജമ്മു കാശ്മീർ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി 2025-26 ആ ഒരു മത്സരത്തിൽ, ആ ഒരു സീസണിൽ നേടിയിട്ടുണ്ടായിരുന്നപ്പോൾ ടീമിൽ അംഗമായിരുന്നു ആരാണ്? ഔക്കിബ് നബി എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരെന്നാണ് നോക്കിയത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഔക്കിബ് നബിയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2026 ജൂലൈയിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസ താരം ആരെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്രാങ്കോ ബരേസിയാണ്. ആരാണ്? ഫ്രാങ്കോ ബരേസിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ താരമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം മറഡോണ എന്നുള്ള ഫുട്ബോൾ താരം. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്, അദ്ദേഹം നേരിട്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അതേപോലെ മികച്ചതുമായിട്ടുള്ള ഒരു ഡിഫൻഡറാണ് ആരാണ്? ഫ്രാങ്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 1982 സ്പെയിനിൽ വെച്ച് നടന്നിട്ടുള്ള ലോകകപ്പിലും പിന്നെ 1994 USA വെച്ചിട്ടുണ്ടായിരുന്ന ലോകകപ്പിലും ഇറ്റാലിയൻ ടീമിലെ അംഗമായിരുന്നു ആരാണ്? ഫ്രാങ്കോ ബരേസി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം അന്തരിച്ചതെന്നാണ് 2026 ജൂലൈയിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇനി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു PSC എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മികച്ച ഒരു ജോലിയാണ്. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് പോസ്റ്റിംഗ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടി ടാലൻറ്റിൻ്റെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആക്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. നല്ല രീതിയിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ വേണ്ടിയിട്ട്, ഉയർന്ന റാങ്കുകൾ നേടി എത്തുവാൻ വേണ്ടിയിട്ട് ബുക്ക് ഉറപ്പായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറുമായി ബന്ധപ്പെടുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു? അപ്പോയിൻമെന്റ് ആയിരുന്നു. 2026 ജൂലൈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരെന്ന് നോക്കി. വർഷ അശോക് അഗ്ലാവയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത്. അപ്പോൾ എന്താണ്? ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ആദ്യത്തെ വനിത കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ഓഗസ്റ്റിൽ ഇറാനിലെ അടുത്ത ഇന്ത്യൻ അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരെന്ന് നോക്കി. വിശ്വേഷ് നെഗിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 2026 ഓഗസ്റ്റിലാണ് ഈ ഒരു അപ്പോയിൻമെന്റ് വന്നതെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 സ്ഥാപിതമായതിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ക്രിക്കറ്റ് സംഘടന ഏതെന്ന് നോക്കി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ്. അപ്പോൾ 1950 നിലവിൽ വന്നത്. തിരുവിതാംകൂർ കൊച്ചി ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന പേരിലാണ് നിലവിൽ വന്നത്. നിലവിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പരിശോധനയാണ്. ഓപ്പറേഷൻ ഔറം എന്നുള്ള പരിശോധനയാണ്. എന്തിനു വേണ്ടി നടത്തിയതാണ്? കേരളത്തിൽ സ്വർണ്ണ വ്യാപാര മേഖല ലക്ഷ്യമിട്ട് സംസ്ഥാന GST ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു പരിശോധനയാണ്. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി ഈ ഒരു നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ നോക്കിയത് ഫ്ലോട്ടിംഗ് സോളാർ, ഫോട്ടോ വോൾട്ടായിക് പദ്ധതികൾ, അതേപോലെ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്നിവ വികസിപ്പിക്കുന്നതിനായി അടുത്തിടെ കേന്ദ്രം അംഗീകാരം നൽകിയ പദ്ധതി ഏതെന്നാണ്. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ജലാശയങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഒരു സോളാർ പദ്ധതി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വോയിസ് കോളിംഗ് അനുഭവവും ഗുണനിലവാരവും ഒക്കെ വിലയിരുത്താനും അതൊക്കെ റിപ്പോർട്ട് ചെയ്യുവാനും വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ നവീകരിച്ച് പുറത്തിറക്കിയ ആപ്പ് ഏതെന്നാണ് നോക്കിയത്. മൈകോൾ എന്നുള്ള ആപ്പാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ടൂർ ഡി ഫ്രാൻസ് ഫെംസിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് നോക്കി. ഹർഷിത ജഗർ ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ അതിൻ്റെ ഒരു സമാപന ചടങ്ങിൽ ഇന്ത്യ അവതരിപ്പിച്ച സാംസ്കാരിക പ്രദർശനത്തിന്റെ തീം എന്തെന്നായിരുന്നു, പ്രമേയം എന്തെന്നാണ് നോക്കിയത്. വസുദൈവ കുടുംബകം എന്നുള്ളതാണ് ഈ ഒരു തീം വരുന്നത്. അപ്പോൾ അടുത്ത കോമൺവെൽത്ത്, അതായത് 2030 കോമൺവെൽത്ത് നടക്കുന്നത് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഇടം നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരെന്നാണ്
ആരെന്നാണ് നോക്കിയത്. നോട്ട് ചെയ്ത് വെക്കുക. ഔക്കിബ് നബിയാണ്. അപ്പോഴെന്താണ് അദ്ദേഹം നമ്മുടെ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ ഒരു ടീമിലേക്ക് ഇപ്പോൾ അംഗമായിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു ചർച്ച ചെയ്തത്. 2026 ജൂലൈയിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസ താരം ആരെന്നാണ് നോക്കിയത്. ഫ്രാങ്കോ ബരേസിയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് എന്നാണെന്ന് ഓർത്ത് വെക്കുക. 2026 ജൂലൈയിലാണ് അന്തരിച്ചത്. ഇറ്റാലിയൻ ഫുട്ബോൾ താരവും കൂടിയാണ് ആരാണ് ഫ്രാങ്കോ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഉടൻ തന്നെ വരാൻ പോകുന്ന വേരിയസ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ വേരിയസ് LGS റാങ്ക് ഫെയിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു റാങ്ക് ഫെയിലിൽ നമുക്ക് വേണ്ട SCRT NCRT പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എക്സാമുകളൊക്കെ നോക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് SCRT NCRT പാഠഭാഗങ്ങൾ ചോദിച്ചതെന്ന് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ചോദിച്ചാൽ മാർക്ക് നേടാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഒരു റാങ്ക് ഫെയർ തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല മുൻവർഷ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ബുക്കിൻ്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ 7593985757 എന്നുള്ള ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫെയർ സ്വന്തമാക്കുക. ഇപ്പോൾ തന്നെ ഇത് ഓർഡർ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2026 ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫായി ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദിനേശ് കെ ത്രിപാഠി, ഓപ്ഷൻ ബി സഞ്ജയ് ജസ്ജീത് സിംഗ്, ഓപ്ഷൻ സി AN പ്രമോദ്, ഓപ്ഷൻ ഡി ഹരികുമാർ. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ 101ാമത് റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലോക്തക് തടാകം, ഓപ്ഷൻ ബി ഗ്ലോ തടാകം, ഓപ്ഷൻ സി ദീപോർ ബീച്ച്, ഓപ്ഷൻ ഡി രുദ്രസാഗർ തടാകം. അടുത്തത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2026 കക്കാട് പുരസ്കാരത്തിന് അർഹനായ തിമില വിദ്വാൻ ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയാണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം ഇതായിരുന്നു. ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ യൂണിയൻ നൽകുന്ന ഫീൽഡ്സ് മെഡൽ എത്ര വർഷത്തിലൊരിക്കലാണ് സമ്മാനിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 4 വർഷത്തിലൊരിക്കലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.